ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരോട് ചേർന്ന് വാഗമൺ ഒരു ട്രിപ്പ് പോയതും അവിടുത്തെ സ്റ്റേക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വർഷങ്ങളായിട്ട് കാണാതിരുന്ന എൻ്റെ ഒരു ഡിയർ മോസ്റ്റ് ഫ്രണ്ടിനെ കണ്ടതുമാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പം ഈ വ്ലോഗ് എൻ്റെ ലീവിൻ്റെ 7ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസത്തെ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സ് ആയിട്ടാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കണിച്ചുകുളങ്ങര പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാനും ദേവക്കുട്ടനും കൂടെ പുതുപ്പള്ളിയിലോട്ട് പോന്നു. എൻ്റെ പെട്ടിയും എടുക്കണം, എൻ്റെ ഫ്രണ്ടിനെയും കാണണം. എനിക്ക് കുറച്ച് മെഡിസിനും ഒക്കെ വാങ്ങിക്കാനുണ്ട് തിരിച്ചു പോകുമ്പം കൊണ്ടുവരാനായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് പോരുമ്പോഴത്തേന് ഇന്ന് വാങ്ങിക്കൊണ്ട് വരാമോ എന്ന് ചോദിച്ചപ്പം കുറേശ്ശെ മെഡിസിനൊക്കെ മേടിക്കാനായിട്ട് എനിക്ക് വെളിയിലും ഇറങ്ങണമായിരുന്നു. അങ്ങനെ അച്ഛയുടെ കൂടെ എനിക്കൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യവും ചെയ്യാനുണ്ടായിരുന്നു. അതിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സോഡ സർബത്ത് ഞാൻ കുടിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് കരിക്കും മേടിച്ച് നേരെ പോരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട് ഇതാണ് വിദ്യാംഡിയെ കണ്ട്. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പഠിച്ചപ്പോൾ കണ്ടു കിട്ടിയ ഒരു ഫ്രണ്ടാണ് അവൾ എനിക്ക് കേട്ടോ. പക്ഷേ ഞങ്ങൾ റെഗുലറായിട്ട് കോൾ ചെയ്യാറില്ല, മെസ്സേജ് ചെയ്യാറില്ല. എന്നാലും ഞങ്ങൾ കാണുമ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാറേ ഇല്ല. ശരിക്കും ഒരു ട്രൂ ഫ്രണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ദേവക്കുട്ടനും ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പം എല്ലാവരും പോരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നേ. ഞങ്ങൾ വാഗമണ്ണിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പച്ചയാണ് അതിൻ്റെ പ്ലാൻ ചെയ്ത്. അപ്പച്ചയും കൊച്ചച്ചയും കൂടിയാണ് പ്ലാനിങ് നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്, പോയിട്ട് കണ്ടിട്ട് വരാം, നമുക്കൊരു 3:30 ഒക്കെ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 4 o'clock 5 o'clock ഒക്കെ ആയി. അങ്ങനെ വൈകുന്നേരം തുഷാരം എന്നാണ് ഈ സ്റ്റേക്കേഷൻ്റെ പേര്. അവിടെ വന്ന് വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോഴത്തേനും നന്നായി ഇരുട്ടിയായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അമ്മ കുറേ ഉണ്ടായിരുന്ന ഫുഡും എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം വന്ന പാട് സത്യത്തിൽ എനിക്കാണ് ആദ്യമേ വിശന്നത്. അപ്പം അമ്മ ചക്കവീഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ വിശപ്പ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ഫ്രണ്ട് ആണെങ്കിലുണ്ടല്ലോ, ദുബായിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. ഞാൻ അടുത്ത ദിവസം പോകും, പിന്നെ കാണാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പാവം എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ. അവിടുന്ന് കൊണ്ടുവന്ന ഫുഡെല്ലാം കൂടി അടിച്ചു കഴിയുമ്പം ഞാൻ ഓർത്തു, ദൈവമേ ഇനി ഇപ്പം തന്നെ വിശക്കുമല്ലോ. അപ്പം രഞ്ജിനിയോടും അമ്മയോടും ഒക്കെ ചോദിച്ചപ്പോഴത്തേന് വിശക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം അന്നേരം 8 മണി എങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ. അന്നേരം കുറേ റീൽസ് പിടുത്തവും അതും ഇതും ഒക്കെ ആയിട്ട് നടന്ന് ഉറങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിശക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തല്ല പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തൊക്കെ കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമ്മൾ അത്ര ഓർത്തില്ല. അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രിയിൽ ഒന്ന് ഓർഡർ ചെയ്തു ഫുഡ്. രാത്രിയിൽ നൂഡിൽസും ചിക്കൻ നൂഡിൽസ്, വെജിറ്റബിൾ നൂഡിൽസ്, അവിടെ ഉണ്ടായിരുന്ന അൽഫാം, അങ്ങനെ എല്ലാം കൂടെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരു 11:30-12 മണി ആയപ്പോഴത്തേന് അടുത്ത റൗണ്ട് ഫുഡ് കഴിക്കാനായിരുന്നു. കാരണം എന്താ, റീൽസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഓർഡർ ചെയ്ത് വീട്ടിൽ ഫുഡ് കൊണ്ടുവന്ന് എല്ലാവരും ഫുഡടിയും കഴിഞ്ഞ് അടുത്ത റൗണ്ട് വീണ്ടും റീൽസായി. അങ്ങനെ പിറ്റേ ദിവസം 8ാം ദിവസം രാവിലെ എഴുന്നേറ്റപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ വ്യൂ വെട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഫാമിലി 2 ഫാമിലിക്ക് ഇവിടെ സുഖമായിട്ട് നമുക്ക് താമസിക്കാം. ഇവർക്ക് ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ആ പുല്ലിൻ്റെ അവിടെയോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ അട്ടയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു താഴോട്ട് എവിടെയോ ഒരു അരുവിയുണ്ട്, താഴെ ചെന്നാൽ കാണാമെന്ന്. അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ് എല്ലാവരും കൂടെ. എനിക്ക് ശരിക്കും പേടിയായിരുന്നു അട്ടയുണ്ടെന്ന്. പണ്ട് കുഞ്ഞിലെ മോച്ചച്ചയൊക്കെ പുല്ല് പറിക്കാൻ പോകുമ്പോഴത്തേന് അട്ടയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലാതെ അട്ട കഴിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പേടിയായിരുന്നു. അങ്ങനെ അട്ടയുടെ കടി കൊള്ളാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഓടി തിരിച്ചു കയറി വന്ന് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം കൊച്ചച്ചയും അപ്പച്ചയും കൂടെ പോയിട്ട് വെളിയിൽ, ഇവിടെ അടുത്ത ഷോപ്പില്ല, അവിടുന്ന് കുറച്ച് ദൂരം പോയി അവിടെ പോയി പൊറോട്ടയും ചപ്പാത്തിയാന്ന് തോന്നുന്നു, പൊറോട്ടയും ചപ്പാത്തിയും കടലക്കറിയും മുട്ടക്കറിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഫുഡ് കഴിച്ചു. അന്നേരത്തേനാണെങ്കിൽ ഞങ്ങൾക്കൊരു 12:30-1 മണി ആകുമ്പോൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമായിരുന്നു.
അതുമാത്രമല്ല നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനില്ലേ, അങ്ങനെ അവിടെ ഇരുന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പച്ച ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കുളിച്ച് റെഡിയായി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് പൈൻ മരങ്ങളുള്ള ഈ സ്ഥലത്താണ്. ഞാൻ സത്യം പറയട്ടെ, ഇതുവരെയായിട്ട് ഞാൻ ഇവിടെ എങ്ങും പോയിട്ടില്ല കേട്ടോ. ഞാനിപ്പോഴാണ് ഇതെല്ലാം കാണാനായിട്ട് പോകുന്നത്. അപ്പച്ചയും കൊച്ചച്ചയും കൊണ്ട് നിർബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോക്ക് തന്നെ ഈ പ്രാവശ്യത്തെ ലീവിലുണ്ടായത്. പക്ഷേ ലീവ് ചെറുതായിരുന്നെങ്കിലും ഈ പ്രാവശ്യത്തെ ലീവ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് ഒരു പാസ്സൊക്കെ എടുക്കണം. പാസ് എടുക്കുന്ന ഒരു സൈഡിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കണം തിരക്കായേ എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ പോകുന്ന വഴിക്ക് കുറേ കടകളുണ്ടായിരുന്നു. ഞാൻ ദേവുവിനോടും ഉണ്ണിയോടും പൊന്നുക്കുട്ടനോടും കുഞ്ഞുമണിയോടും എല്ലാവരും പറഞ്ഞു നേരെ നോക്കി നടന്നു, സൈഡിലോട്ടൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഉണ്ണിക്കുട്ടന് പൊട്ടാസ് വേണമെന്ന് തോക്കിനകത്തിരുന്ന്. പിന്നെ ഉള്ളതിൽ ചെറുത് ഉണ്ണിക്കുട്ടനായതുകൊണ്ട് ഉണ്ണിക്കുട്ടനോട് മാത്രം പറഞ്ഞാൽ അത്ര കുഴപ്പമൊന്നുമില്ല. ഉണ്ണിക്കുട്ടൻ അങ്ങനെ എല്ലാം വേണമെന്നൊന്നും പറയത്തില്ല. പൊട്ടാസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാനും 2 പൊട്ടാസിൻ്റെ പാക്കറ്റ് മേടിച്ചു കൊടുത്തു. കൊച്ചച്ച എവിടുന്നോ തപ്പിയെടുത്ത് പൊട്ടാസും മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ കണ്ട ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് പോകുന്നത് മൊട്ടക്കുന്ന് കാണാനായിട്ടാണ്. മൊട്ടക്കുന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എൻ്റെ വിചാരം എന്തോ അവിടെ ശരിക്കും കാണാനായിട്ടുണ്ട്, കാര്യമായിട്ട് എന്തോ സംഭവിക്കും, അല്ല അതുപോലെ ആയിരിക്കും, എന്തോ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പോകുന്നത്. കാരണം ഞാൻ പോയിട്ടില്ലെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഒന്നുമില്ല അവിടെ കാണാനായിട്ട്, കുറേ ചെറിയ ചെറിയ കുന്നുകൾ. അതുകൊണ്ടാണല്ലോ അല്ലേ അതിനെ മൊട്ടക്കുന്ന് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ സംതിങ് കൂടുതലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വെയിൽ കാരണം. ഈ വെയിലത്താണേലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കയറുന്ന വഴിക്ക് കൊച്ചച്ച 2 പട്ടമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഉണ്ണിക്കുട്ടനും ദേവും പിന്നെ ഒരെണ്ണം കൂടി പോയി മേടിച്ച് കുഞ്ഞുമണിക്കും മേടിച്ച്. അങ്ങനെ അവരെല്ലാവരും പട്ടം പറപ്പിച്ചപ്പം പിന്നെ അവിടുന്ന് മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്കയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കൂടെ കൊച്ചച്ച വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നേ. അതെല്ലാം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച്. സത്യം പറഞ്ഞാൽ ഞാനാണ് മുഴുവൻ കഴിച്ചത്. എനിക്കാണ് അവിടെ ഉള്ളത് പണിയൊന്നും ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാവരും പട്ടം പറപ്പിക്കുന്നതിൻ്റെ പുറകെ പോയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ച്. പിന്നെ ഇതേ നോക്ക്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളവരുടെ ക്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പച്ച വേറെ എവിടെയൊക്കെയോ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ പോരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് പേടിയായിരുന്നു. അപ്പച്ച ആ വളഞ്ഞ് ഉള്ള വഴികളിൽ കൂടി വണ്ടി ഓടിക്കുമ്പോഴത്തേന് നല്ല മഴയും ഡ്രൈവിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പേടി തോന്നിയിട്ട് ഞാൻ തന്നെ ഓർത്ത് കണ്ണടച്ച് കിടന്നേക്കാതെ അങ്ങനെ ഉറങ്ങി. എഴുന്നേറ്റപ്പം ദേ കഴിക്കാനുള്ള സ്ഥലമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ബിരിയാണിയൊക്കെ കഴിച്ച് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് പുതുപ്പള്ളിയിലോട്ടാണ് കേട്ടോ. ഞാൻ എടുത്തപ്പോഴേ ഡ്രസ്സ് കുറച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.